ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ പരീക്ഷാക്കാലത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും. ഇനി ഈ ഒരു വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കാം. മോഡൽ പരീക്ഷ അവസാനിച്ചു. 9 എക്സാമുകൾ നിങ്ങൾ മോഡൽ പരീക്ഷയുടെ ഭാഗമായിട്ട് എഴുതി. ഈ മോഡൽ പരീക്ഷ അവസാനിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഇത് അവസാനിച്ചത്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ മോഡൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പല ആശങ്കകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടാവുമോ എന്ന് നിങ്ങൾ പേടിച്ചിരുന്നു. അതുകൊണ്ട് ആ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ നിങ്ങൾ പഠിച്ചിരുന്നു. ഇംഗ്ലീഷ് അതിനൊരു എക്സാമ്പിളാണ്. ഇംഗ്ലീഷ് നിങ്ങൾ നന്നായിട്ട് പല കുട്ടികളും ഗ്രാമറൊക്കെ ക്രിസ്മസിന് ബുദ്ധിമുട്ട് അതിന് ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് പരീക്ഷ നടന്നത് വളരെ സിമ്പിളായിട്ടാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു പരീക്ഷ കെമിസ്ട്രിയാണ്. അത് കഴിഞ്ഞ് ഫിസിക്സ് ഈസി ആയിരുന്നു. ബയോളജിയും ഒരു വിഭാഗം കുട്ടികളെ, എല്ലാവരും എന്ന് പറയുന്നില്ല, ഒരു വിഭാഗം കുട്ടികളെ അല്പം ബുദ്ധിമുട്ടിച്ചു. ഓക്കെ. എന്നാൽ മാത്സ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോവുകയും ചെയ്തു. മാത്സ് എല്ലാവരും പേടിക്കുന്ന സബ്ജക്റ്റ്, വലിയ പ്രശ്നം ഉണ്ടാക്കാതെ പോവുകയും ചെയ്തു. ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഭയക്കേണ്ടത്. നിങ്ങൾ SSLC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ചില മുൻധാരണകളുണ്ടാവും. ഈ പരീക്ഷ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഈ ഇന്ന സബ്ജക്റ്റുകളിൽ പ്രശ്നമൊന്നുമില്ല, ഈസി ആയിരിക്കും, ഇന്ന സബ്ജക്റ്റുകളായിരിക്കും ടഫ് എന്നും. അത്തരത്തിലുള്ള ഒരു ചിന്തയും വേണ്ട എന്നും, അത്തരത്തിലുള്ള ഒരു മുൻധാരണയും ഒരു മുൻവിധിയും വേണ്ട എന്നും കൃത്യമായ സന്ദേശമാണ് മോഡൽ പരീക്ഷ നൽകുന്നത്. കാരണം നമ്മൾ ടഫ് ആകുമെന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റുകളാണ് ഈ എക്സാമിൽ ഈസി ആയിട്ട് വന്നത്. ഈസി ആകുമെന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റ് ടഫ് ആവുകയും ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം നടന്ന SSLC പരീക്ഷയിൽ കുട്ടികളെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച സബ്ജക്റ്റ് ഹിന്ദി ആയിരുന്നു. ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടികൾ ഷോക്ക്ഡ് ആയിട്ടായിരുന്നു. ഒരുപാട് കുട്ടികളിങ്ങനെ കരയുക എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല. ആ രീതി അത്രയും സങ്കടത്തില്ല. സാർ, ഹിന്ദി ഞങ്ങൾ തോൽക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് B+ഓ B ഒക്കെ ആയിപ്പോന്ന് ഉറപ്പാണ് എന്ന് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും പറയുന്നൊരവസ്ഥ ഹിന്ദിയിൽ വന്നു. ആരും പ്രതീക്ഷിക്കുന്നില്ല ഹിന്ദി ടഫാകുമെന്ന്. പിന്നീട് തൊട്ടടുത്ത വർഷം കുട്ടികളെ ബുദ്ധിമുട്ടിച്ചത് ഫിസിക്സാണ്. ഈ രീതിയിൽ ഇപ്പോൾ ഈ മോഡൽ എക്സാമിന് കെമിസ്ട്രി നിങ്ങളെ ആക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഈ വരുന്ന SSLC പരീക്ഷയിലും ഏതെങ്കിലും ചില സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത. ചിലത് എളുപ്പമായിരിക്കും, പക്ഷേ ചിലത് പ്രതീക്ഷിക്കാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചെന്ന് വരാം. ഇതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണം. ഏത് രീതിയിൽ ചോദ്യം വന്നാലും ഉത്തരം എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുകയാണ് വേണ്ടത്. എങ്ങനെ ചോദ്യം വന്നാലും ഞങ്ങളതിൻ്റെ ഉത്തരം എഴുതും. അത് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഇനി ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഏത് സബ്ജക്റ്റ് എന്ന് ചോദിച്ചാലും എഴുതാൻ കഴിയുന്ന രീതിയിലേക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ SSLC പരീക്ഷ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു മുൻവിധി വെച്ചിട്ട് ഈ സബ്ജക്റ്റല്ലേ, ഇതെന്തായാലും എളുപ്പമായിരിക്കും, ഈ സബ്ജക്റ്റല്ലേ അത് ചിലപ്പോൾ ടഫാവും എന്ന് കരുതിയിട്ട് ടഫാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന സബ്ജക്റ്റിന് കുറേ സമയം കൊടുക്കുകയും മറ്റേത് ഈസി ആകും എന്ന് കരുതി കുറച്ച് സമയം കൊടുക്കുകയും അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് പഠിക്കുക, ഓരോന്നിനും ആവശ്യമുള്ള സമയം എടുക്കുക, എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിക്കുക. ഈ ഒരു കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഒരു സന്ദേശമാണ് ഇത്തവണത്തെ മോഡൽ പരീക്ഷ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ. സോ SSLC പരീക്ഷയ്ക്ക് ഇതും കൂടി മൈൻഡിൽ കണ്ടുകൊണ്ട് റിവിഷൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.